ഇവർ തമ്മിൽ ഇനി ശരിക്കും ഇഷ്ടത്തിലാണോ? കേശുവിന് യഥാർത്ഥത്തിൽ ഒരു പ്രണയമുണ്ടോ? എന്റെ അമ്മോ പോലും സമ്മതിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ പേര് ഇപ്പൊ അൽസാബിത്തെന്നും ഇല്ലല്ല, ഞാൻ പേര് മറക്കൂലേ. എല്ലാരും മണാലി പോയി ചെയ്യുന്നൊരു കാര്യമല്ലേ, ക്യാപ്പൊക്കെ വെച്ച് ജാക്കറ്റ് ഫോട്ടോ. നേരെ നമ്മൾ മണാലി പോയിട്ട് അടുപ്പ് കൂട്ടിയിട്ട് എന്റെ മണ്ട കയറി ഇരിക്കാൻ പറ്റുവാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഷോസ് ഒക്കെ എങ്ങനെ പോകുന്നു? എന്നാ നിങ്ങളുടെ ഷോ എങ്ങനെയാ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കില്ല. ഓക്കെ, നിങ്ങളുടെ എപ്പിസോഡുകളൊക്കെ എങ്ങനെ പോകും? നിങ്ങളെന്തേ പറയണ്ടേ? സിമ്പിൾ. ജീവിതമൊന്നും വേണ്ട. ഇതിന് ബോധമില്ല. ഒന്ന് കാണിച്ചേ, ഒന്നിങ്ങനെ കാണിച്ചേ. എനിക്ക് ഞാൻ വേറെ ഇതേ മുഖമുള്ള പറക്കുന്നു. ഒന്നും കൂടി തിരിച്ചേ. എനിക്ക് പറ്റിയാണ് ഇനി. ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ചെറുക് ഒന്നും കൂടെ തിരിച്ചേ. ഇപ്പൊ മൂങ്ങയാണോ? ഏത് രാജ്യത്താ കൊച്ചേ മൂങ്ങാന്ന് പറയുന്നേ? ഇത് ഈ പാറക്കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഫസ്റ്റ് ദിവസം രണ്ടാമത്തെ ദിവസം കണ്ടേ മെർലിനും ഉണ്ട് അലീനയും ഉണ്ട്, രണ്ടുപേരും ഇരിക്കണ്. എവിടെ എന്നിട്ട് കേശു ചേട്ടനോട്ട് അധികം കമ്പനിയൊന്നും വേണ്ട, ജീവിതം നശിച്ചു. ആ കുരുട്ടടക്ക. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇത് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അടിപൊളി ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്താനൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം കേശു മെർലിനും ആണ്. വെൽക്കം ടു അവർ ഷോ. ഓ താങ്ക് യു. നമസ്കാരം രണ്ടുപേരോട്. കേശു, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ച്. ആര്? നിങ്ങളുടെ അനുഗ്രഹം കാരണം എല്ലാം സെറ്റ് ആയില്ലേ? അത്യാവശ്യം എല്ലാത്തിനും എ പ്ലസ് ആയിരിക്കുന്നതാണ്. അണ്ണാ മോഡലായിരുന്നു മനുഷ്യ. മെയിൻ എഴുതി കഴിഞ്ഞിട്ട് മോഡലായിരുന്നല്ലേ? എന്നാലും കുഴപ്പമില്ല, മോഡലിൽ തന്നെ ടീച്ചർമാരൊക്കെ ഞെട്ടിക്കും. അത് ഞെട്ടും ഒരു 1.5 ഞെട്ടും. എങ്ങനെയായിരുന്നു മണാലി യാത്രകളൊക്കെ? മണാലി യാത്ര നൈസ് ആയിരുന്നു, എല്ലാം സെറ്റ് ആയിരുന്നു. ക്യാപ്പൊക്കെ വെച്ച് ഫോട്ടോ കിട്ടുന്നായിരുന്നു. എല്ലാരും മണാലി പോയി ചെയ്യുന്നൊരു കാര്യമല്ലേ, ക്യാപ്പൊക്കെ വെച്ച് ജാക്കറ്റ് ഫോട്ടോ. നേരെ നമ്മൾ മണാലി പോയിട്ട് അടുപ്പ് കൂട്ടിയിട്ട് എന്റെ മണ്ട കയറി ഇരിക്കാൻ പറ്റുവാണ്. മഞ്ഞ് വാരി അറിയാലോ? മഞ്ഞ് കണ്ടില്ല, കണ്ടില്ലേ? റോക്കറ്റിന്റെ ഡോർ ഞാൻ തന്നെ തുറന്നു കൊടുത്തല്ല. എന്തായാലും പഠിച്ചു വച്ചേക്കണല്ലേ ഇറക്കറ്റ്. ഫുൾ സ്ക്രിപ്റ്റഡ്. അമ്മ ആരാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇതൊക്കെ ആരാ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു തന്നെ? ഞാനാ. അപ്പൊ ഓക്കെ, അന്ന് നിങ്ങൾ ആദ്യം മറ്റേ ഔട്ട് ആകുമ്പോ പറയില്ലേ, അപ്പൊ ട്രയൽ കഴിഞ്ഞു. അപ്പൊ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ ഷോസ് ഒക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ എന്നാ നിങ്ങളുടെ ഷോ എങ്ങനെയാ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കില്ല. ഇത് എന്ത് പരിപാടി? ഇത് എന്നെ ഇറക്കറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി. ഓക്കെ, നിങ്ങളുടെ എപ്പിസോഡുകളൊക്കെ എങ്ങനെ പോകുന്നു? നിങ്ങളെന്തേ പറയണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് ടെക്നിക്കലായിട്ട് അവിടെ ഷൂട്ടൊക്കെ എങ്ങനെ പോകുന്നു, കറക്റ്റ് ആയിട്ട് ക്യാമറ ഒക്കെ എത്തുന്നുണ്ടോ, ലൈറ്റ് ഒക്കെ ഓൺ ആവുന്നുണ്ടോ? അത് ഞങ്ങളോടല്ല, ഡയറക്ടറോട് ചോദിക്കണം. ഇത് എന്ത് ഇത് ഇങ്ങനൊന്നല്ലടാ. ഇങ്ങനൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റേതാ ട്രാക്ക്. എല്ലാം മറന്നതല്ല. ഓക്കെ, എന്തായാലും ഉറപ്പിച്ച് മുകളിലോട്ട് പോയി. ഇനി ഞാൻ താഴത്തേക്ക് എന്ത് എത്തും എന്നുള്ളതാണെങ്കിൽ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം രണ്ടുപേരും പോലെ ഇത്ര അധികം ഹാപ്പി ഒന്നും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് ഇട്ടേക്കണാണ്. രണ്ടുപേരോട് കുറച്ച് ചോദ്യങ്ങൾ വെക്കാണ്ട്. കേശു, ഞാൻ പിടിച്ചേക്കണേ അതല്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ കോംബോ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ തകർക്കുകയാണ്. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ഫാൻ ബേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടോ? അത്യാവശ്യം അവിടെ ചെല്ലുമ്പോഴും നിങ്ങൾ കോംബോനെ കുറിച്ചുള്ള ഒരു ടോക്ക് ഉണ്ടാവാറുണ്ടോ? അത് പൊതുവെ ഇപ്പൊ പോയപ്പോ ഇത്രയും ചെറിയൊരു സാധനം. ഞാൻ ഇപ്പൊ സ്കൂളിൽ പോയപ്പോ അന്ന് എക്സാം എഴുതാൻ ഞാൻ പോയില്ല, വൈകിട്ട് പോയപ്പോ ഇത്രയുള്ള ഒരെണ്ണം വന്നിട്ട്, ചേട്ടാ മെർലിൻ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെ? ചേട്ടാ നല്ലല്ലേ, ക്ലാസ് റൂമിൽ ഇരിക്കണം എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പ്. നിന്നെ വിടൂലടാ എന്നിട്ടേ പുറത്തു വന്നിട്ട് ഇത്രേ ഉള്ളു. അവിടെ ഫുള്ള് നിൽക്കുകയാണ് ചേട്ടന്മാര് എല്ലാം. അവന്റെ 10 സൈസ് ഉണ്ട്, കുമ്മനെ വന്ന് 2 വിരല് വാ ശരി എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ് റൂമിൽ പുറത്തിറങ്ങി ചെന്ന്, എന്താ മക്കളെ പരിപാടിയൊക്കെ കാണാറുണ്ട് കേട്ടോ? ആ ശരിടാ. പിന്നെ മെർലിന അലീന കൊള്ളാം, എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓ ആരെ തിരക്കിന്ന് പറയണം. എങ്ങനെ ഹാൻഡിൽ ചെയ്യണം?
എന്തോന്നടാ അല്ല ഇത്രയും പേരെയൊക്കെ ഒരുമിച്ചേ ഒരു പുറ്റ ചിരിയൊക്കെ ആ മക്കളെ ആ ചേട്ടാ പിന്നെ കാണാം വിളിച്ചിട്ട് അവൻ മുല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് ഞങ്ങൾ ഇത്രയും പേര് ഇതിപ്പോ എന്തെവിടെ നടന്നേ ആ അവസ്ഥയായിരുന്നു എന്റെ. അല്ല ശരിക്കില്ലേ ഇപ്പൊ കേശു എന്നുള്ളൊരു പേര് ഇപ്പൊ ബ്രാൻഡ് ആയിരിക്കുന്നത് കൊച്ചു പിള്ളേർക്ക് ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പോലെ തന്നെ ആ ഒരു ഫീലാണ് എവിടെ കാണുമ്പോഴും കേശുവിന് ആ വിളി വരാറുണ്ടോ പുറത്തേക്ക് ഇഷ്ടം പോലെ അതേ വരാറുള്ളൂ. എവിടെ കൊച്ചു പയ്യന്മാരോട്ട് വലിയ ആൾക്കാരെ കുഞ്ഞുങ്ങള് ഡേ കേശു അച്ഛൻ വിളിക്കുന്ന സാധനം ആ മക്കളെ സുഖല്ലേ ആ സുഖമായിട്ടിരിക്കണേ പരിപാടി ഭയങ്കര രസം കേട്ടാ. പിന്നെ നമ്മുടെ കേശു എന്നുള്ളത് ആ കേശു ചേട്ടൻ പിന്നെ മാറിക്കോളും. അത്ര അത്ര കണ്ട് അടുത്തോണ്ടാണ് എല്ലാവർക്കും അങ്ങനെ വിളിക്കുന്നത്. ആദ്യമൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ചെറിയൊരു ഇല്ലല്ലേ നമുക്കറിയില്ല. പക്ഷെ എന്റെ അമ്മയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട്. പിള്ളേരൊക്കെ അവന്മാർക്ക് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന തോളത്ത് കൈയിട്ട് കിടക്കണ പയ്യെ അത്രേ ഉള്ളൂ. അതാണ് ഇല്ലെങ്കിൽ ചിലപ്പോ അവന്മാരെക്കാളും ചെറുത്. തീർച്ചയായിട്ടും. അതുപോലെ മെർലിൻ നേരത്തെ മുതൽ ഇപ്പൊ നമ്മുടെ ഈ സീരീസിന്റെ ഫാൻ ആയിരുന്നു. നേരത്തെ മുതൽ കാണാറുണ്ട്. അപ്പൊ ഞാൻ ചെറുപ്പം പോലെ കാണുന്നത് ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ അന്നോട്ട് കാണും. ഇപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ മേളിലൊന്ന് വന്നതാ, ഞാൻ വെറുതെ ഒന്ന് മുകളിൽ വന്നതാ. എങ്ങനെ മനസ്സിലായില്ല? പറയട്ടെ, അതൊരു വരവായിരുന്നു. അതായത് ഞാൻ റീസെന്റ് ആയിട്ടാണ് ഇങ്ങനെ ആക്ടിങ് പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലുണ്ട് അടിപൊളി ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവരുടെ ഒരു വർക്കിന് ഇങ്ങനെ സ്ഥിരമായിട്ട് അടിപൊളി ലൈഫ് അപ്പം ആ ചാനലിന്റെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം ആക്ടിങ് ആ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ അറിയാൻ കൊള്ളാം എന്നൊരു ആഗ്രഹം വന്നിട്ട് അവരുടെ നെക്സ്റ്റ് വർക്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വന്നു. അപ്പൊ പാറമള വീട്ടില് മുകളിൽ നിലയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. വിചാരം ഒറ്റ നിലയേ ഉള്ളൂ, അത് പണിത കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു നിലയുണ്ട്, ഞങ്ങൾക്ക് മുകളിലാണ് ഷൂട്ട്, താഴെ ഇവരുടെ ഷൂട്ട് ഉണ്ടെന്നൊക്കെ. അങ്ങനെ മോളിക്കറി താഴെ ഇറങ്ങിയപ്പോ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു ഞങ്ങളുടെ കണ്ണമ്മാമൻ കണ്ടു. അപ്പൊ ഞങ്ങള് കറക്റ്റ് പറഞ്ഞ ആ എപ്പിസോഡില് മെർലിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് അങ്ങോട്ട് എഴുതി വെച്ചിട്ട് സ്കാറ്റർ സ്കെച്ച് മാത്രമേ ഉള്ളായിരുന്നു. മാമ എങ്ങനെ ഇരിക്കുവായിരുന്നു മെർലിൻ ഇനി എന്തായാലും കിട്ടുമ്പോ കൊണ്ടുവരുന്ന പറഞ്ഞ് കറക്റ്റ് നോക്കുമ്പോ ഫ്രണ്ടിൽ കൂടെ മെർലിൻ നടന്നു പോകണം. മാമൻ ഡേയ് ആ പോയത് കുറച്ചൊരു മെർലിൻ ആ പിടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വരുന്നത്. എന്താണ് ആ ഫ്ലോറിലേക്ക് അവസാനം എത്തിക്കഴിഞ്ഞപ്പോ ഒരു എക്സൈറ്റ്മെന്റ്, ആ സന്തോഷം? അല്ല ഫസ്റ്റ് ഡേ നമുക്ക് പറഞ്ഞ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓക്കെ നടക്കില്ലായിരിക്കും, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ലൈക്ക് അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്, എനിക്കറിയില്ലല്ലോ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഓക്കെ ചിലപ്പോൾ ക്യാരക്ടർ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഞാൻ ഷൂട്ടിന് വന്നപ്പോൾ സെയിം സംഭവം, ഷൂട്ടില്ല. അങ്ങനെ വെച്ചാൽ ഓക്കെ അത് കഴിഞ്ഞു, അത് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോ എന്താ ഇവരെയൊക്കെ നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്. ഞാൻ ചെറുപ്പം മുതലേ ഇത് കഴിയുമ്പോ വേറൊന്ന് കാണണം, നേരിട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഫാമിലിയിലേക്ക് ശരിക്കും കേശു നമ്മളിപ്പോ ക്യാമറയിൽ കൂടി കാണുന്ന മെർലിൻ തന്നെ റിയൽ ലൈഫിൽ സ്വഭാവം എങ്ങനെയുണ്ട്? ക്യാമറയോടെ കാണുമ്പോ മെന്റല്, അല്ല കാണുമ്പോ ഞാൻ ഇനിയൊന്നും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കയ്യേല വേണേ, നിങ്ങൾ അത്രയും ദൂരെയാണ്. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ നിങ്ങൾ നമ്മളെ കോംബോ ഫുൾ ചർച്ച ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് പ്രപ്പോസൽ സീൻ ആയിക്കോട്ടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള സിങ്ക് എന്താന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ഏകദേശം നമുക്ക് ഏറെക്കുറെ മനസ്സിലായി. അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കിയിരുന്ന എത്ര നേരം. അതുകൊണ്ട് അപ്പൊ അവിടെ ഒരു ഷൈയോ അങ്ങനെ നാണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഇങ്ങനെ അങ്ങോട്ട് കളിയാക്കലോ എന്തെങ്കിലുമൊക്കെ? ഇതിന് നാണോമാനൊന്നും ഇല്ലെന്ന്. കുഞ്ഞതാ, ഇതിന് 17 വയസ്സില്ലേ ഉള്ളൂ. 21 എനിക്ക് കുഞ്ഞാവയാ. ഞാൻ ഇതിനൊന്നും പറയുന്നില്ല, പക്ഷെ ഇതിന് നാട്ടുകാർ പറയിപ്പിക്കും. എന്നെ പറയിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ. അണ്ണാ നിങ്ങൾ ഉദ്ദേശിക്കണ അല്ല കേട്ടാ. ചോദ്യം എഴുതി തന്ന ആളോട് നന്ദി. അപ്പൊ എന്തായാലും അടിപൊളി. അല്ല ഇപ്പൊ ഏതാ സീരീസ് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ സോണി ലൈവിന്റെ പരമസുന്ദരി എന്ന് പറയുന്ന സീരീസ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്താ പറയുമ്പോൾ ഈ സമയം പരമസുന്ദരി എന്നുള്ള കുറച്ചുകൂടെ എടുത്തു പറയാണ്ട് ഇങ്ങനൊരു നോട്ടം കൂടെ. ഞാൻ പരമസുന്ദരി എന്നുള്ള സാധനം ചെയ്തോണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട്. ഞാൻ കണ്ടല്ലോ എടോ, കണ്ണ് ഞങ്ങൾ ആണുങ്ങളുടെ കണ്ണെന്ന് പറയുന്നത് 360 ഡിഗ്രി എന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ
ഏത് വഴി കൂടെ ഒക്കെ പോകുന്നത് ആരും അവിടെ നിന്ന് ചിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ അതെ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ അതാണ് ഞങ്ങളുടെ കെമിസ്ട്രി. അപ്പൊ എന്തായാലും എന്റെ പൊന്നെ അങ്ങനെ വേണ്ട, അതറിയാമോ താഴെ കമന്റ് വരും. ഒരു സ്ത്രീയെ ഒറ്റപ്പെടുത്തി എന്ന് പറയും. ഇല്ല സ്ത്രീയല്ലേ? ഓക്കെ അത് വിട്, അത് പിന്നെ ചർച്ച ചെയ്യാം. സംശയമുള്ള അടിയിൽ കമന്റിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സെറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോ പിന്നെ അവിടെ ഉണ്ടാവുന്ന പൂരം എന്താണ്? കേശു പറയരുത്, വല്ലതും പറയൂ. മിണ്ടില്ല. എങ്ങനെയാണ് ഇവരെല്ലാം എങ്ങനെ ഇവരുടെ റിയൽ ലൈഫിൽ എങ്ങനെയല്ല? ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നവരാ? നിങ്ങൾ രണ്ടുപേരിലും ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നവരാ? ഇത് രണ്ടുപേരും ഞാൻ നിങ്ങളെ പൊക്കി പറയാനാണോ? എനിക്കെന്നെ കൺഫ്യൂസ് ആയി. രണ്ടുപേരും പറഞ്ഞു ഞാൻ അമ്മ ആരായിരിക്കും ആക്ച്വലി? ഞാനായിരിക്കും. കാരണം എനിക്ക് ക്രെഡിറ്റ് അങ്ങ് എടുക്കാണ്. അതെനിക്ക് ഞാൻ വേറെ ആർക്കും വിട്ടു അതൊക്കെ ഞാൻ തെറ്റിക്കണം. അത് നമ്മള് ചില സമയത്തുള്ള ഇതിന് അനുസരിച്ചിരിക്കും. തെറ്റിക്കഴിഞ്ഞാ അപ്പൊ 1, 2, 3 പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാ പിന്നെ പിന്നെ അത് തന്നെ എടുക്കും. ഇത് തന്നെ എല്ലാരും ഭയങ്കര കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആരെങ്കിലും ഡയറക്ടറൊക്കെ ഇങ്ങനെ പല്ല് അടിക്കാറുണ്ടോ? കേശു 4, 5 ആകുമ്പോ ഒന്നും പറയുന്നില്ല. ഇല്ലല്ലേ? 8, 12, 24, 36 ഒക്കെ ആകുമ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് തന്നെ എന്നോട് കരുവരും. നീ എന്തൊരു തേങ്ങയാണ് അവിടെ കിടന്ന് കാണിക്കണേ. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ പേര് ഇപ്പൊ അൽസാബിത്ത് നിന്നും ഇല്ലല്ല ഞാൻ പേര് മറക്കൂലേ. അൽസാബിത്തും പിന്നെ മെർലിനും മറ്റൊരു പേരുണ്ടല്ലോ, അനന്യല്ലോ. അനീന. ഇത് ഞങ്ങളുടെ ഒരു സെഗ്മെന്റ് ആണ്. ഞാൻ ഇങ്ങനെ തെറ്റിച്ചു പറയുന്നു, നിങ്ങൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ എന്തായാലും ഉമ്മച്ചോട് കയ്യൊക്കെ മടക്കണി കഴിയട്ടോ, എന്റെ കൈ കിട്ടട്ടെ. അപ്പം അനീന മറ്റേ അത് അനീന അയ്യാ മോനെ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സെഗ്മെന്റിലേക്ക് പോവാം. എന്റെ അമ്മോ, പണി തരാന്ന് പറയുമ്പോ ഇത്രയും വലിയ പണിയാന്ന് വിചാരിച്ചില്ല. എഴുതാനല്ല, വളരെ സിമ്പിൾ ആയിട്ട്. നിങ്ങളുടെ കയ്യിൽ 2 സ്ലൈറ്റ് ഉണ്ട്, കയ്യിലൊരു മഗ് ഉണ്ട്, അതിനകത്ത് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, കയ്യിലൊരു ചോക്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണാണ്. അതിൽ നിന്ന് ഒരെണ്ണം ആരാണ് ഫസ്റ്റ് പിക്ക് ചെയ്യുന്നത്? അതല്ല, എടുക്കട്ടെ, ലേഡീസ് ഫസ്റ്റ് ആണോ? എന്നാ എടുത്തു കൊടുത്താൽ മതി. കാണിക്കാൻ പാടില്ല. അങ്ങനെയല്ല, വരയ്ക്കുന്ന ആള് തന്നെ എടുത്തു നോക്കണം. അതൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു നോക്ക്. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കി തെറ്റിച്ച് ഈ ഇന്റർവ്യൂ എന്നെ ഏറെ കയറ്റി വെച്ച് രണ്ടും കൂടി. പറയരുത് കാണിക്കരുത്. ഇനി അത് വരച്ച് കാണിക്കും. അതെന്താണ്? ഇത് വരച്ചിട്ട് കാണിക്കും. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇതൊരു സിനിമയുടെ പേരാണ്. പടം വരയ്ക്കാൻ പറ്റുമോ? ആ പടം വരയ്ക്കണ്ടേ? എഴുതി കാണിക്കരുത്, വരച്ച് കാണിക്കണം. ഇപ്പൊ നോക്കി എന്റെ ആർട്ട് ഇപ്പൊ നോക്കണ്ട, വരച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എനിക്കല്ലേ അതിന്റെ രൂപം. ഈ ഗ്യാപ്പിൽ മെർലിമണി ഒരു പാട്ടൊക്കെ പഠിക്കൂടാ? സ്പീഡ് കൂടി വരക്കണേ. എന്നാ വേഗം വരച്ചെടുക്കട്ടെ. സിമ്പിൾ ആയിട്ട് വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സിമ്പിൾ. ഇതാണ് ജീവിതമൊന്നും വേണ്ട. ജീവിതമൊന്നും ഇല്ല ഈ പുള്ളിക്ക്. അല്ല, എടാ ജീവിതം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞുള്ളൂ. എടാ ഇതിന് ബോധമില്ല. അതല്ല, ഇത് വരച്ചതും പോട്ടെ, അത് കറക്റ്റ് ആടുന്നു പറഞ്ഞല്ല. ഓക്കെ, 4 കാലുള്ളപ്പോ എനിക്ക് 4 കാല ആടിന് മാത്രമേ ഉള്ളൂ. ഈ താടിയും കൊമ്പും അതേ താടി ഇവിടെ എന്നോ എന്താ സന്തോഷം. ഓക്കെ, അതിന്റെ എടുത്തു കൊടുക്ക്. ഓക്കെ, ദൈവമേ ഇരിക്കട്ടെ. ഇത് പൊളിക്കും. ഞാൻ ഇവിടെ തുടച്ചോണ്ടിരിക്കുക. ഇതെന്തും മലയാ? അങ്ങോട്ട് നോക്കണ്ട, എല്ലാം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. വരയ്ക്കറിയാത്തതിനൊക്കെ എന്തിനൂടെ കൊണ്ടുവന്നില്ല. വേറെന്തൊക്കെയൊക്കെ വരയ്ക്കണേ നമ്മൾ ഈ പരിപാടി. നമുക്ക് വേറെ സാധനം വരയ്ക്കാം. അതിന് പേരിലുള്ളതിന് വേണം. ഇതിനെ മൂത്തതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പ്രായത്തിന് മൂത്തേനെ ഒന്നും കൊണ്ടുവന്നില്ല. എന്നോട് ചോദിച്ചാ ഒരു ക്ലൂ കൊടുത്തോ? അച്ഛനും താല്പര്യമില്ല.
ആ മീശ മീശ മാധവനാ. എന്റെ അമ്മോ! ഓ, തിരിച്ച് നിങ്ങൾ തിരിച്ച് ഇത് കണ്ടിട്ട് മീശമാതാന്ന് പറഞ്ഞ കേശൂരാണ് ഇപ്രാവശ്യത്തെ പാട്. എന്റെ അമ്മേ. സർക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത കേശുവിന് എടുത്ത് കൊടുക്കൂ. കൊണ്ടുപോയി തിന്നൊക്കെ പറയണ സാർ. ഓ സിമ്പിൾ. കേശു നിന്നെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ. ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞ ഈ ക്ലൂ കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ വായും കൊണ്ട്. രണ്ടുപേരെന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എല്ലാം കൂടെ ഒറ്റ എണ്ണത്തിന് ഒപ്പിക്കണോ അല്ലേ? എങ്ങനെയാണ്? അല്ല വേണേ രണ്ടു പടം വേണേ വരച്ചു. ആണോ? കണക്ട് ചെയ്താൽ മതി ഇത് രണ്ടും. ഇതിന് കണക്ട് ആവണ്ടേ? നീ വരച്ചാലല്ലേ കണക്ട് ആവുള്ളൂ. ഇതുവരെ കണ്ടത് എന്തായിട്ടാ തോന്നണേ? കണ്ണാടിക്കകത്ത് പൊട്ടോ? കണ്ണാടിക്കകത്ത് ഫുള്ള് കണ്ടിട്ട് പറയണം കേട്ടാ. കണ്ണാടിക്കകത്ത് പൊട്ടി. പൂച്ച. പൂച്ചക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ഇല്ല. കൂടാ തലക്ക് ചുറ്റും. കുറുക്കനാ? തലക്ക് ചുറ്റും കൂടെയുള്ള മൃഗം ഏതത്? വാലുണ്ട് 4 കാലുണ്ട്. ഇത് കഴിഞ്ഞോ? ഇനി ഇതൊരു രണ്ടാണ്. അതിനകത്ത് രണ്ടാമത്തെ വാക്കാണിത്. ഇത് കണ്ടാലങ്ങനെ തോന്നുന്നു. സിംഹം എന്ന് പറഞ്ഞേ. ബാക്കി സിംഹാസനം. സിംഹത്തിന്റെ സിനിമയുടെ പേര് അല്ല, സിംഹം അവിടെ രണ്ടാമത്തെ ഇരിക്കുന്നു. ആദ്യത്തെ ഞാൻ പറയാം. ഇതിന് മലയാളത്തിൽ എങ്ങനെയാ? എന്ത്? എനിക്ക് മലയാളമൊക്കെ അറിയാം. ഇപ്പൊ നോയിക്കോ. നമ്മുടെ മനുഷ്യനാണ് കേട്ടോ. ആണാണേ. ആൺസിംഹം. സിനിമ എവിടെ കേട്ടേക്കണം? ആണിന് വേറെ മലയാള പര്യായം മനുഷ്യൻ. ആണിന് മലയാള പര്യായം മനുഷ്യൻ. ആണിന് മലയാള പര്യായം പുരുഷ സിംഹം. അതേത് പടമാണെന്ന് പറയൂ. അതെനിക്കറിയില്ല. സിംഹം ലാസ്റ്റ് വരുന്ന ഇത് നരസിംഹം. ഓ അല്ലേ? വെള്ളം കിട്ടും. എനിക്ക് വലിയ ആവേശമൊന്നുമില്ല. ഞാനങ്ങ് ഇല്ലാണ്ടായി. നരന്നല്ലേ പറയാ? അതിപ്പോഴാണ് പറയണേ. എല്ലാം കഴിഞ്ഞു. കറക്റ്റാ. ലാസ്റ്റ് കൊറേ ഉണ്ടല്ലോ. ഇത് വരച്ചെന്ന് ഇതൊന്ന് താജ്മഹൽ പണിയും. ഇത് 2 or 3 പടം വരച്ച് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക്. ഓ, അപ്പൊ ഇത് വലിയതാണെന്ന് അർത്ഥം. കിട്ടി. അടികപ്പിയാരെ അയ്യോ എന്തായത്? ഈ വിവരമില്ലായ്മ സിമ്പിൾ. അന്ന് ഒരെണ്ണം കൂടെ എടുത്തേക്ക്. എന്തിന്റെ കേടായിരുന്നു? അവിടെ നിന്ന് എടുത്തു തരണ്ടേ? എന്തൊരു ഫോണിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്ത്. ഇനിയിപ്പം അതും കിട്ടെ കിട്ടോ. ഇടിഞ്ഞേ. എനിക്ക് ഇഷ്ടമുള്ള പടമായി പോകും. അല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്തേനെ. ഞങ്ങളുടെ നാട്ടിൽ പ്ലെയിൻ എന്താണ് ചെയ്യുന്നത്? വിമാനം അല്ല, പറക്കും. പറക്കും തളിക. പകുതി വരച്ചും പകുതി പറഞ്ഞു. ലാസ്റ്റ് വൺ. ഇനി ഒരെണ്ണം കൂടിയല്ലേ ഉള്ളൂ. എടുത്തോ. ഇത് കുറച്ച് പണിയാണല്ലോ. അഭിനയിച്ച് കാണിച്ചാൽ മതിയോ? ഇല്ല ഇത് വരച്ചേ പറ്റൂ. എല്ലാം പശു ചാണകം ഇടുന്ന സാധനമാണെങ്കിൽ ദേവി രഥം കൊണ്ട് വരല്ലേ? അഭിനയിച്ച് കളിച്ചാൽ മതി എന്നൊക്കെ ചോദിച്ചാ. പിന്നെ ഇത് മനസ്സിലാവുന്നില്ല. ഒന്ന് കാണിച്ചേ. ഒന്നിങ്ങനെ കാണിച്ചേ. എന്റെ ദൈവമേ, ഇതാ സിനിമാക്കാരോട് മിക്കവാറും കേസ് കൊടുക്കും. എനിക്ക് ഞാൻ ഇനി വേറെ പൂച്ച കരടി. എടാ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അതാണ് സത്യാവസ്ഥ. പറക്കുന്ന ഒരു സാധനം ഉണ്ട്. ഇതേ മുഖമുള്ള പറക്കുന്ന ഒരു ഒന്നും കൂടി തിരിച്ച് എനിക്ക് പറ്റിയാണ്. ഞാൻ സമ്മതിക്കില്ല. അതല്ലേ പറഞ്ഞേ. ഈ മുഖം പറക്കണം. എനിക്ക് വേറെ സാധനം മുഖം ഓർമ്മയുണ്ട്, പക്ഷെ പറയാൻ പറ്റൂല. അതെന്താ? ശരിയാവൂല. കൈയും കാലൊന്നും ഇല്ല ഇതിന്. കൈയില്ല ആക്ച്വലി. ഇല്ല. ഓ വേണ്ട, കയ്യിലേക്ക് വരയ്ക്കും. ചിറക്
ഒന്നും കൂടെ തിരിച്ചേ ഇപ്പൊ എന്താ ചോക്ക് പോയി. ഇതാ ഉറപ്പായി ആ സിനിമാക്കാരി മാനാഷ്ടത്തിന് കേസ് കൊടുക്കും. ഞാൻ അകത്ത് കിട്ടും. ഈ ഷേപ്പുള്ള പറക്കണ സാധനം ഈ കാലൊക്കെ കളഞ്ഞോ കാല ഈ സിംഹം, കടുവ, കൊക്ക് പറക്കുന്ന സാധനം സിംഹോ. ഇത് കരച്ചിട്ട് പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും പറയണമല്ലേ. പറക്കണ സാധനം മലയണ്ണാൻ. ഇല്ല, ഇത് സുഹൃത്തുക്കളെ ഒരു കാരണവശാലും കണ്ടുപിടിക്കില്ല. ഞാൻ അതൊരു ക്ലൂ കൊടുക്കണേ. ഈ പറക്കുന്ന സാധനത്തിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. മൂങ്ങയാണോ? നീ മൂങ്ങനെ വെച്ച് കേശു കേശു വരച്ച് കാണിച്ചു കൊടുക്കും. ഇപ്പൊ കണ്ടോ? ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത് കേശുവിന്റെ മൂങ്ങ തല. തലേന്റെ ഈ സാധനം വരച്ചോലെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. മൂങ്ങയല്ല പിന്നെ വേറെ എങ്ങനെ വരയ്ക്കുക? ഇത് വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മൂങ്ങ ഷേപ്പ് വരും. തല കൂട്ടി വെച്ചില്ല പൊട്ട്. ഇത് പോസ്റ്റ് മൂങ്ങയാണ്. ചത്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആവും പാവം. മിനിമം ഒരു കിളിയെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും വരയ്ക്കണം കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് കിളിയായിട്ടും തോന്നുന്നില്ല. ഇതേതോ പെങ്കൊച്ച് ഓടാൻ പോകുന്നതിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പെങ്കൊച്ച് വാലും വെച്ചോണ്ട് ഓടാറ്. ഈ ക്യാമറയിലേക്ക് ഒന്ന് കാണിക്കാമോ? ഈ ക്യാമറയിലേക്ക് ഒന്ന് കാണിക്കാമോ? സീസോ സിമ്പിൾ അല്ലേ? മൂങ്ങനെ നടക്കുമ്പോൾ വളരെ സിമ്പിൾ അല്ലേ? അതെ, കട്ട് പറഞ്ഞില്ലേ? ഇന്ന് നിങ്ങളെ ഞാൻ കട്ടി. ഞാനിവിടെ കേട്ട തോന്നി എന്താ മോളിൽ കയറി ഇരിക്കണോണ്ട് ചോക്ക് കിട്ടാണ്ടിരിക്കണേ. എന്താ മൂങ്ങേ? ഞാൻ വരയ്ക്കണോ? എടാ മൂങ്ങ അർദ്ധരാത്രി മൂങ്ങയെ വരയ്ക്കാൻ പാടില്ലെന്ന അമ്മൂമ്മ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വരയ്ക്കണോ? ഇത് ആർക്കാ ടാസ്ക് കൊടുത്തേ? ഞാനല്ലേ കൊടുക്കേണ്ടത്? എടാ ഓക്കെ. അവിടെ ഒരു റൗണ്ട് ഉണ്ട്. അങ്ങനെ വരയ്ക്കണ വേറെ എന്തോ പോലൊക്കെ തോന്നുന്നുണ്ട്. ദൈവമേ അളിയാ എന്തിനു വരച്ച് പറഞ്ഞ ശരിയാക്കി തരാം. ഇതിപ്പോ മെറലും വരച്ചതിന് ഒരു വാല് കൂടി. ചെവി ഉണ്ടോ മൂങ്ങി? ഇല്ലല്ലേ. ചെവി മാത്രമല്ല, സിമ്പിൾ. എടുക്കണ്ടല്ലോ നീ. സ്നോമാനടാ. അതിനേക്കാളും വേറെ എന്റെ ഇരുന്നില്ലേ? ആ മുടിയുണ്ട്. ഇനി ടാസ്ക് ഈ പരിപാടിയിൽ ഇനി ടാസ്ക് ഇല്ല. എല്ലാം തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഞാൻ ചോദിച്ചു മേടിക്കണം. ഇങ്ങോട്ട് തരിക. വളരെ സന്തോഷം. ഇതേപോലത്തെ വേറെ വല്ല ഉണ്ടാക്കി പറയണേ. എന്തായിരുന്നു റാഫ്? ഞാൻ എല്ലാം ക്യാൻസൽ ചെയ്തു. ഉഗ്രം ടാസ്ക് ഒരെണ്ണം കൂടി മന്നുണ്ട്. മുമ്പ് മെർലിൻ ഏതാണ് അഭിനയിച്ചേക്കുന്നത്? ആദ്യമായിട്ട് അഭിനയിച്ചത് എന്താണ്? ഞാൻ അഭിനയിക്കുന്ന ഈ സീരീസ് ഞാൻ പറഞ്ഞില്ലേ, ആദരാഞ്ജലി നേരട്ടെ എന്ന് പറഞ്ഞ അടിപൊളി ലൈഫിന്റെ സീരീസ് ആദ്യം ചെയ്യുന്നത്. അത് അതിന്റെ അവരുടെ തന്നെ സെക്കൻഡ് വർക്ക് ഇപ്പം കഴിഞ്ഞ ആഴ്ച റിലീസ് ആയതേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷൻ. സിനിമ അവരുടെ ഇരിക്കാൻ പറ. വേണം മോനെ, വേണം വേണം, ഇത് വേണം, വേണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു കുറച്ചു നേരത്തേക്ക്. ഇപ്പൊ തന്നെ ഓൾറെഡി ഇപ്പൊ കല്യാണം കഴിഞ്ഞു. ഹണിമൂണൊക്കെ കഴിഞ്ഞായിരുന്നു നിങ്ങളുടെ? എന്താ ഹണിമൂണൊക്കെ ഉണ്ടായി? എനിക്ക് അവനെ കണ്ടിട്ടില്ല കല്യാണം കഴിഞ്ഞു. പുള്ളിക്കാരി ഇപ്പൊ എവിടെ പോയിട്ട് വന്നേ? മണാലിയില് അടിപൊളി. ആരെങ്കിലും ചോദിച്ചായിരുന്നു? കേശുവിന്റെ ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല, എന്താണ്? കല്യാണം കഴിഞ്ഞ വീഡിയോ ചിലവര് കല്യാണം കഴിഞ്ഞ മോളെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അമ്മമാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ഒരു അപ്പച്ചൻ ഫ്രണ്ട് രാവിലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടക്കനെ പോയിട്ട് തിരിച്ചു ഓടി വന്നു. ഞാൻ ഫ്രണ്ട് ഇപ്പൊ ഉണ്ടായിരുന്നു. ഓടി തിരിച്ചു വന്നിട്ട് വീട്ടിൽ കയറിട്ട് കല്യാണം കഴിഞ്ഞതിന്റെ നിനക്കാരും 18 ആയതൊക്കെ 17 ആയിട്ടുള്ള ഒന്ന് കല്യാണം കഴിഞ്ഞില്ല. പിന്നെ വീഡിയോ കൊണ്ടതാ ഞങ്ങൾ കണ്ടു കേട്ടോ. 2 പെൺപിള്ളേരാടാ. അണ്ണാ നിങ്ങൾ ഫസ്റ്റ് ഫുള്ള് കേൾക്കണം. നല്ല പ്രായമുണ്ട്. അതായത് എന്റെ കല്യാണം അതിനകത്ത് 6 സ്വപ്നം കാണുന്നതാണ്. അപ്പൊ കഴിഞ്ഞില്ലേ? ഇല്ല. ഞാനും വിചാരിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്നോട് പറയാതിരിക്കും. അങ്ങനെയൊക്കെ അത്യാവശ്യം ഫോൺ കോളുകളൊക്കെ കേസിന് ഉമ്മയ്ക്കായിരിക്കും ഏറ്റവും. നമുക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ പറയാണ കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു അടുത്തണതിന്. ഓക്കെ, സെറ്റായി. എന്റെ പിന്നെ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കമന്റുകളാണ്. ഈ ചെറിയ പ്രായത്തിൽ 18 തികഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതുപോലെ ഫാമിലി പരമായിട്ട് ആരെങ്കിലും ഞെട്ടിയായിരുന്നു? ഇത് ഫാമിലിയിലൊന്നുമില്ല. ഞാനിങ്ങനെ പുറത്തൊക്കെ പോയി അവർക്കറിയാം എനിക്ക് അത്യാവശ്യം വിവരമുള്ള കൂട്ടത്തിലാണ്.
അത്രയും വലിയ മണ്ടത്തരം കാണിക്കാനുള്ള എങ്ങനെ മനസ്സിലാക്കാൻ അത് അവർക്ക് മനസ്സിലായി. നിങ്ങളുടെ കൂടുതൽ ആർക്കാണ് ഉപദ്രവം കൂടുതൽ? ഒരാളെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ ആർക്കാണ്? ഞാൻ അങ്ങനെ എനിക്ക് ഒരു നല്ലൊരു സാധനം വരുന്നത്, നല്ല ചോദ്യം വരുന്നത്. ഇങ്ങനെ ചൂണ്ടിട്ട് കൊല്ലാനുള്ള പരിപാടിയൊന്നും എനിക്കറിയാം. അല്ല, എന്നാലും നിങ്ങളുടെ കൂടുതൽ ഉപദ്രവമൊന്നുമില്ല. ഞാനും അലീനയും തമ്മിലല്ലേ ഫൈറ്റ് ഒക്കെ വരിക. പിന്നെ ഇവനെ പിടിച്ചു വലിക്കാതെ ആഴിടുക അങ്ങനത്തെ പരിപാടി. ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു ശിവാനി ശരിക്കും വീണതാണോ? പിന്നെ താൻ തള്ളിയിട്ട് വേണം ലാസ്റ്റ് കുടുംബ പ്രശ്നമായിട്ട് അവിടെ കിടന്ന് കൂട്ടത്തല്ല. അല്ല, ഞാൻ ചോദിക്കാൻ പറ്റിയ ചോദ്യം പറഞ്ഞു, ശരിക്കും വീണാണോ? അല്ല അല്ല എനിക്കറിയാം. അല്ല 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 അല്ലേ? നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറിജിനലിനും ഡ്യൂപ്ലിക്കേറ്റിനും തമ്മിൽ ഒരു മുടിനാരയുടെ വ്യത്യാസമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാനൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒന്ന് തള്ളിയിടാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പിള്ളേരാണെങ്കിൽ ഓക്കെ, ഒന്ന് തള്ളി ശരി ഞങ്ങൾ വീണോളാന്ന് പറയും. ചില സമയം നമുക്ക് ആ ഒരു ഫീല് കിട്ടുമ്പോ ആ ഒരു ആക്കം കിട്ടൂലല്ലോ. പിന്നെ ഈ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധം കുറച്ച് കുറവുള്ള കൂട്ടത്തിലുള്ള കുറച്ച് പിള്ളേരുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ നമ്മളെ പോലുള്ള പാവം പിടിച്ചവന്മാർ അതിനകത്ത് പോകുമ്പോഴേ നമ്മൾ ഈ അബദ്ധം പറ്റി ഇങ്ങനെ കൈ എടുക്കുമ്പോ ചിലപ്പോ അവരുടെ ഇവിടെ ഒക്കെ കൊണ്ട് മുറിയും, താഴെ വീഴും. പിന്നെ എന്റെ കയ്യിൽ പറഞ്ഞ അറിയാലോ, ഒരാഴ്ച മറ്റേ സ്റ്റിച്ചിട്ട് നടന്നത്. ഈ താടി കൊടുത്തതായിരുന്നു ശിവാനിയുടെ ലച്ചേച്ചിലൊക്കെ ഇഷ്ടം പോലെ മൂക്ക് താടിയൊക്കെ പോയിട്ടുണ്ട്, എന്റെയും പോയിട്ടുണ്ട്. അത് നമ്മൾ കണക്കെടുക്കാറില്ല. പിന്നെ മുടിയൻ ചേട്ടൻ, ഞാനും മുടിയൻ ചേട്ടനും കൂടെ അടി ഉണ്ടാക്കണമെങ്കിൽ ചുറ്റിന് നിൽക്കുന്ന എല്ലാവരും 5 മീറ്റർ അപ്പുറം പോകും. അച്ഛനും പറയും യവന്മാരാണോ അതല്ല, ഈ കാലന്മാരാണെങ്കിൽ ഞാൻ അപ്പുറത്ത് കാണാം, യവന്മാരുടെ തല്ലുണ്ടാക്കിട്ട് ഞാൻ പിന്നെ വരാന്ന്. കാരണം ഞങ്ങൾ അടി ഉണ്ടാക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൈയൊക്കെ പോകും. അച്ഛനടുത്ത് പോകുമ്പോ അച്ഛൻ ഇങ്ങനെ ഇരിക്കും, എനിക്ക് ജീവിക്കണം പോടാ. പാറുക്കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് പറഞ്ഞോട്. ഞാൻ കുറെ പറയൂ, പാറുക്കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? പാറുക്കുട്ടി സ്ക്രിപ്റ്റ് വായിക്കാൻ നേരത്തെ അവിടെ ഉണ്ടാവും, ആള് ഫുള്ള് കേൾക്കും, പഠിക്കും. അങ്ങനെ ഈ കട്ടിങ് എനിക്ക് തരണേ, ഇത് കഴിയുമ്പോ ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക്. സ്നേഹം ഇല്ലാത്ത പോലെ. അയ്യോ തന്നെ കേട്ടാ ദൈവമേ, അത് പറഞ്ഞൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല, ഞാൻ പറയില്ല. ഓക്കെ, ക്യാമറ ഓഫ് ആണെന്ന് വിചാരിക്കുക, ഇനി പറഞ്ഞോ. ഇല്ലേ ഫസ്റ്റ് ദിവസം രണ്ടാമത്തെ ദിവസം വേണ്ടേ, മെർലിനും ഉണ്ട് അലീനും ഉണ്ട്, രണ്ടുപേരും ഇരിക്കണ്. എവിടെ എന്നിട്ട് കേശു ചേട്ടനോട്ടോ അധികം കമ്പനിയൊന്നും വേണ്ട, ജീവിതം നശിച്ചു. ഞാൻ ചോദിച്ചു മക്കളെ എന്തൊരു തേങ്ങയാണ് ജീവിതം എന്നെങ്കിലും അറിയോ? നല്ലതാ, അടിപൊളി, അപ്പൊ കൊള്ളാം. നല്ല കൊച്ച, നല്ല ഉപകാരം മാത്രമേ ഉള്ളൂ. കയ്യൊക്കെ നല്ല. രാവിലെ നമ്മള് മുട്ടായി മേടിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്നേഹം. ഓ സെറ്റാണ്, അതാണ് പാറുക്കുട്ടി. പാറുക്കുട്ടീനെ എനിക്ക് എല്ലാവരുടെയും ഒറ്റ അപേക്ഷയേ ഉള്ളൂ, ഈ സാധനം അവളെ കാണിക്കാതിരിക്കുക. അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ല, അവള് മാത്രമേ കാണൂ. എന്നെ കൊന്നിട്ട് മുകളിൽ മറ്റേ കാല് വെച്ച് ഇങ്ങനെ ഇരിക്കുള്ളൂ. ചെന്നപ്പോ സെറ്റിൽ ചെന്നപ്പോ ആദ്യം കമ്പനി ചെയ്ത ആരായിട്ടാ? ഞങ്ങളുടെ ഫസ്റ്റ് സീനിൽ, അതായത് ഒരു സീൻ എനിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പാറു കേശു ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളാണ് ഫസ്റ്റ് സംസാരിക്കുന്നതും അന്നോട്ടുള്ള കമ്പനിയാണ്. അല്ല, അന്നോട്ട് അങ്ങ് കമ്പനി ആയതാണ്. എനിക്ക് തെറ്റാണല്ലോ, നിങ്ങൾ എന്നെ തെറ്റിക്കണം. ഇതെന്ത് ഇങ്ങനെയൊക്കെ, ഇങ്ങനെയൊന്നും അല്ല. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ അടുത്തത് എന്താണ്? ഇപ്പൊ സീരീസ് കഴിഞ്ഞ് കഴിഞ്ഞ് സിനിമ, അടുത്ത പരിപാടികൾ ഏതാണ്? എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കേശു, എന്താണ് നെക്സ്റ്റ് നമ്മുടെ അടുത്ത പ്രൊജക്ട്? ഏതാണ് അടുത്ത പരിപാടി? എന്തായിരുന്നു പ്രൊജക്ട്? ഇപ്പൊ ഒരെണ്ണം പൂജ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ അന്നമ്മയും പിള്ളേർ. കറക്റ്റായിട്ട് കൂടെ ഓർമ്മയില്ലാത്ത നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ചിഞ്ചു മഞ്ജു രഞ്ജു കുഞ്ചു ഒക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സുസ്മിതയുടെയോ അല്ലെങ്കിൽ ഒരു വേറെ മറക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവരുടെയൊക്കെ പേര് ഓർത്ത് വെക്കണതിൻ്റെ ഇടയിൽ ചില വലിയ നീളമുള്ള പേരുകൾ നമ്മൾ വിട്ടുപോണേണ്. എനിക്ക് അന്നമ്മ കിട്ടി, പക്ഷെ ബാക്കി കിട്ടിയില്ല. അല്ല, പിള്ളേരും കിട്ടി, പക്ഷെ അന്നമ്മ കിട്ടിയില്ല. അന്നമ്മയും പിള്ളേരും ഇപ്പൊ പൂജ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് ഒക്കെ കഴിയുമ്പോഴത്തേനെ ഷൂട്ടും. ഓക്കെ, കുറച്ച് കമന്റുകൾ വന്ന കമന്റുകൾ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണേണ്. ഇവർ തമ്മിൽ ഇനി ശരിക്കും ഇഷ്ടത്തിലാണോ? ഏകദേശം ഇപ്പൊ തന്നെ മനസ്സിലായി കേട്ടോ. ഇവര് തമ്മിൽ ഭയങ്കര മാച്ച് ഉണ്ട്. എന്റെ അമ്മയ്ക്കും പുള്ളിക്കാരിക്കും തമ്മിൽ 2 വയസ്സ് വ്യത്യാസം. ഞങ്ങൾ കാണിച്ചു
ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം എന്താണ്, അവൻ കൊച്ചു പയ്യനല്ലേ, മനസ്സിലായിക്കോളൂ. ചിലവര് സ്വയം അങ്ങ് സമാധാനിക്കണെന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവർ അഭിനയിക്കല്ലേ, ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ കമന്റുകളിൽ വന്നേക്കുന്ന ഒരു കാര്യം, വേറൊരു ക്വസ്റ്റ്യൻ ആണ്, കേശുവിന് യഥാർത്ഥത്തിൽ ഒരു പ്രണയമുണ്ടോ? ഒരു പാട്ട് പള്ളിക്കട്ടി എന്റെ അമ്മോ അതെ, ശരിക്കും എങ്ങനെയുണ്ടോ? വാലന്റൈൻസ് ഡേ ഞങ്ങളുടെ സെറ്റില് എന്റെ അമൽജി, എന്റെ കൂട്ടുകാരും, എന്റെ സജി, എന്റെ മിഥുൻജി എന്ന് പറഞ്ഞിട്ട് അതുങ്ങളുടെ മൂഞ്ചിക്ക് നോക്കിയിരുന്ന അല്ലാതെ ഈ മൂഞ്ചി എന്ന് വെച്ചാൽ മുഖം, തമിഴിലെ മൂഞ്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഞാൻ അത് അങ്ങനെ പറഞ്ഞതാണ്, കാരണം ഞാൻ തമിഴ് പടം കൂടുതൽ കാണുന്ന ഒരാളാണ്. ഇന്ന് തന്നെ ദാക്കു മഹാരാജ് കണ്ടതേ ഉള്ളൂ. ബാക്കി ദാക്കു മഹാരാജ് കന്നഡയാണ്, പക്ഷെ എന്റെ തമിഴ് ഡബ്ബാണ് ഞാൻ കണ്ടത്. ഇതിനും ചിലപ്പോ ഞാൻ ഏറി കയറും. ഞാൻ ഫുൾ ക്ലാരിറ്റി എന്ത് പറഞ്ഞാലും ഉറപ്പായി ആദ്യം ഏറ്റവും ഉയർത്തി പോകുന്നതാണ്. എന്തായാലും 3 റോക്കറ്റ് ഇന്റർവ്യൂ റെഡിയാണ്. അപ്പൊ ഇപ്പൊ നിലവിലില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നിലവിലില്ല. ഇല്ല, അന്ന് മുമ്പുണ്ടായിരുന്നു. ഞാൻ ഇനി ആ ഉത്തരയുടെ കേസ് ഇവിടെ കൂടെ പറഞ്ഞു കഴിഞ്ഞാല് ആ പാമ്പടിച്ച കൊലിക്ക് LKG വെച്ചിട്ട് അൽസാബിത്തെ നീ എന്നെ കല്യാണം കഴിക്കണോ എന്ന് ചോദിച്ചാണ്. ഒരു മിനിറ്റ്, നിങ്ങളെ ഞാനത് കഴിഞ്ഞ ഇല്ല ഇല്ല, അവളിപ്പോ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവളിനി അങ്ങനെ മാത്രം ചോദിക്കില്ല. ഓക്കെ, അതല്ല മെർലിന്റെ കാര്യം പറയൂ. അത് കണക്ക് കിട്ടണില്ലെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ മറ്റേ വീട്ടിലുള്ള 100 പേജിന്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടും തികയണില്ല. ഇല്ല, നിലവിൽ അങ്ങനെ ഇല്ല. ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടായിരിക്കും. അവരോടൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അല്ലണ്ണാ പോട്ട് നിങ്ങളുടെ ഭാര്യ മക്കളൊക്കെ എന്താ? എല്ലാരും സുഖായിരിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കേശു, ഞാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. കേശുവിന് പ്രപ്പോസൽസ് വരാറില്ലേ? എല്ലാം ആ ഫോണിലോട്ടാ പോണേ, അങ്ങോട്ട് ഉമ്മയുടെ ഫോണിലേക്ക് എല്ലാം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പറയും, എടാ പിന്നെ ഈ ഇടയ്ക്ക് ഒരു കൊച്ചു മെസ്സേജ് അയച്ചായിരുന്നു. എന്തായിരിക്കും എന്തോന്നാലും എനിക്ക് ഞാൻ അമ്മയുടെ വലിയ ഫാനാണ്. ഞാൻ ഐഡിയ ഇപ്പം എൻ്റെ അടുത്ത് വരേണ്ട കാര്യം എന്തല്ലേ. അല്ല, അത് കഴിഞ്ഞ് കേശു ചേട്ടൻ്റെ നമ്പറുണ്ടോ, കേശു ചേട്ടൻ്റെ സെപ്പറേറ്റ് നമ്പറുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പണ്ട് ഏതൊരു കൊച്ചു മെസ്സേജ് അയച്ചായിരുന്നു. എന്തിന് എല്ലാവരും ശ്രദ്ധിക്കും, ഉമ്മയാണ് ഫോൺ നോക്കുന്നത്. എന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തരല. സ്കൂളിൽ നിന്ന് എന്നെ കിട്ടി. എനിക്ക് അഭിമാനമായിരുന്നു, അഭിമാനം. 4ാം ക്ലാസ്സാ കൂട്ടി പറയണ. 4ാം ക്ലാസ് എനിക്ക് ചേട്ടനോട് പ്രമേഹമാണ്. പ്രണയത്തിന്റെ എഴുതാ അവക്ക് അറിഞ്ഞൂടാ. വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രമേഹമാണ്. അതുകൊണ്ട് ചേട്ടനെ എനിക്ക് അതിന്റെ ബാക്കിയായിരുന്നു. ഞങ്ങളുടെ സാറിരുന്ന് വായിച്ചിട്ടേ, ആ പാവം കൊച്ചട, അവനക്ക് പ്രമേഹമല്ലേ, സൂക്ഷ്യം കണ്ടൊക്കെ പോണേന്ന്. ആ കൊച്ചിന്റെ പേരറിയാമോ? അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഗസ്റ്റിൻ, അവനെ എവിടെ വെച്ച് കണ്ടാലും ഈ കൊച്ചു കല്ല് ഇവർക്ക് എറിയും. അത് ഞാൻ അവൻ എന്നെ അവന്റെ ക്ലാസ്സിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കണെന്ന് പറഞ്ഞിട്ട്. പേപ്പറാണ് മായ്ക്കാൻ പറ്റില്ല. പെൻ കൊടുത്തേ. അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോയാണ്. ഞാൻ ഇതിലേക്ക് എത്തിക്കാൻ പറ്റ പാട്.